യുഎസ് പോപ്പ് സംഗീതത്തിലെ ഇതിഹാസതാരമായ ജെന്നിഫർ ലോപ്പസിനു പ്രവേശനം നിഷേധിച്ച് തുർക്കിയിലെ ലക്ഷറി സ്റ്റോർ. തുർക്കിയിൽ സന്ദർശനം നടത്തുന്നതിനിടെ ഇസ്തംബൂൾ നഗരത്തിലെ ഇസ്തിനിയ പാർക്ക് മോളിലുള്ള സ്റ്റോറിലാണ് ആഡംബര സാധനങ്ങൾ വാങ്ങാൻ ജെന്നിഫർ എത്തിയത്. എന്നാൽ ആ സമയം സ്റ്റോറിനുള്ളിൽ നല്ല തിരക്കായിരുന്നു. കവാടത്തിന് പുറത്തുനിന്ന സെക്യൂരിറ്റിക്ക് ആളെ മനസ്സിലായതുമില്ല. അതോടെ തൽക്കാലം പ്രവേശിക്കാനാകില്ലെന്നും പറഞ്ഞു. എന്നാൽ കാര്യം സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത ജെന്നിഫർ ചിരിയോടെ മറ്റൊരു സ്റ്റോറിലേക്ക് പോയി. അപ്പോഴാണ് ആദ്യം വന്ന സ്റ്റോറിലെ മറ്റു ചില ജീവനക്കാർക്ക് കാര്യം മനസ്സിലായത്. ക്ഷമാപണത്തോടെ അവർ പിറകെ ചെന്ന് ക്ഷണിച്ചെങ്കിലും ജെന്നിഫർ നിരസിച്ചു. ആകസ്മികമാണെങ്കിലും ഇതുപോലൊരു രംഗം പണ്ട് ജെന്നിഫർ അഭിനയിച്ച പ്രിറ്റി വുമൺ എന്ന 1990-ലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലുമുണ്ട്. അതിൽ ജെന്നിഫർ അവതരിപ്പിച്ച വിവിയൻ എന്ന കഥാപാത്രത്തിന് കടയിൽ പ്രവേശനം നിഷേധിക്കുന്ന രംഗമുണ്ട്. അസർബൈജാനും അർമേനിയയും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷത്തിന് അവസാനം കുറിച്ച് സമാധാന കരാർ ഒപ്പുവച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ അർമീനിയ പ്രധാനമന്ത്രി നീക്കോൾ പഷിന്യാനും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവും തമ്മിൽ വൈറ്റ് ഹൌസിലാണ് ഒപ്പുവച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവയ്ക്കാൻ വാഷിംഗ്ടണിലെത്തിയ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനെയും അർമീനിയ പ്രധാനമന്ത്രി നീക്കോൾ പഷിന്യാനെയും അഭിനന്ദിക്കുന്നു. 35 വർഷത്തോളം ഇവർ ശത്രുതയിലായിരുന്നു. ഇപ്പോഴിവർ സുഹൃത്തുക്കളാണ്. ഇനിയും ഒരുപാട് കാലം ഇവർ സുഹൃത്തുക്കളായി മാറും. പരസ്പരം പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും മാനിക്കുക. നയതന്ത്രബന്ധം പുനരാരംഭിക്കാനും വ്യാപാരമുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം പുനഃസ്ഥാപിക്കാനും അവസരം കൈവന്നിരിക്കുകയാണ്, ട്രംപ് പറഞ്ഞു. ഊർജ്ജ, വാണിജ്യ, നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യാ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളുമായി യുഎസ് കരാറുകൾ ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണത്തിൽ അസർബൈജാന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം യുഎസ് പിൻവലിച്ചു. സമാധാന കരാർ ഒപ്പിട്ടതോടെ 3 പതിറ്റാണ്ടിലേറെ പ്രാദേശിക തർക്കങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഇരു രാജ്യങ്ങൾക്കിടയിൽ ഒരു ഗതാഗത ഇടനാഴിക്ക് തുടക്കമാകും. അതിർത്തി പ്രശ്നത്തിൽ മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ ഇരു രാജ്യങ്ങളും തമ്മിൽ 35 വർഷമായി രൂക്ഷമായ സംഘർഷത്തിലായിരുന്നു. അസർബൈജാൻ അർമേനിയ സമാധാന കരാർ ട്രംപിന് നേട്ടമായപ്പോൾ തങ്ങളുടെ സ്വാധീന വലയത്തിനുള്ളിലെന്ന് കണക്കാക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ സമാധാനം നടപ്പാക്കാൻ യുഎസിന് സാധിച്ചത് റഷ്യയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ബംഗളൂരു ഓൺലൈൻ ഗെയിമിന് അടിമപ്പെട്ട 15 വയസ്സുകാരനെ അമ്മാവൻ കൊലപ്പെടുത്തി. കുംബർഹള്ളിയിലാണ് സംഭവം. അമോഖിനെ കൊലപ്പെടുത്തിയ അമ്മാവനായ നാഗപ്രസാദ് 42 അറസ്റ്റിൽ. അമോഖ് ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. പണത്തിനുവേണ്ടി അമോഖ് നാഗപ്രസാദിനെ നിരന്തരം ശല്യം ചെയ്തിരുന്നു. കിട്ടിയ പണമെല്ലാം അമോഖ് ഓൺലൈൻ ഗെയിമിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ഇത് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഓഗസ്റ്റ് 4-ാം തീയതി പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് ഉറങ്ങിക്കിടന്ന അമോഹിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം നാഗപ്രസാദ് സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആത്മഹത്യ ചെയ്യാൻ പ്രതി തീരുമാനിച്ചിരുന്നെങ്കിലും 3 ദിവസത്തിനു ശേഷം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. തെലങ്കാനയിലെ കരിംനഗറിൽ കാമുകന്റെയും അയാളുടെ സുഹൃത്തിന്റെയും സഹായത്തോടെ ഭർത്താവിനെ കൊലപ്പെടുത്തി ഭാര്യ. 45-കാരനായ സമ്പത്താണ് മരിച്ചത്. യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ഭാര്യ രമാദേവി കൊലപാതക രീതി പഠിച്ചത്. സംഭവത്തിൽ യുവതിയെയും കാമുകനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരിംനഗറിലെ ഒരു ലൈബ്രറിയിലെ ജീവനക്കാരനാണ് സമ്പത്ത്. രമാദേവിയെയാണ് ഇയാൾ വിവാഹം ചെയ്തത്. ഇവർക്ക് 2 കുട്ടികളുണ്ട്. സമ്പത്ത് മദ്യത്തിന് അടിമയായിരുന്നു. പലപ്പോഴും മദ്യപിച്ചെത്തി ഇയാൾ രമാദേവിയുമായി വഴക്കുണ്ടാക്കുമായിരുന്നു. രമാദേവി ഒരു ചായക്കട നടത്തുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് 50-കാരനായ രാജയ്യയെ രമാദേവി ആദ്യമായി കാണുന്നത്. കാലക്രമേണ ഇരുവരും തമ്മിൽ പ്രണയത്തിലായി. പിന്നാലെയാണ് ഭർത്താവിനെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ രമാദേവി ശ്രമിച്ചത്. അങ്ങനെ ഭർത്താവിനെ കൊല്ലാനുള്ള വഴികൾ രമാദേവി ഓൺലൈനിൽ തപ്പി. യൂട്യൂബ് വീഡിയോയിൽ നിന്നാണ് ചെവിയിൽ കീടനാശിനി ഒഴിച്ചു കൊലപ്പെടുത്തുന്നതിനെപ്പറ്റി രമാദേവി മനസ്സിലാക്കിയത്. ഇക്കാര്യം രമാദേവി രാജയ്യയുമായി പങ്കുവച്ചു. തുടർന്ന് രാജയ്യയുടെ സുഹൃത്ത് ശ്രീനിവാസുമായി ചേർന്ന് സമ്പത്തിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു. കൊലപാതകത്തിന്റെ ദിവസം രാത്രി രാജയ്യയും ശ്രീനിവാസും സമ്പത്തിനെ ബൊമ്മയ്ക്കാരിലെ ഫ്ലൈഓവറിനടുത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് അദ്ദേഹത്തിന് മദ്യം വാഗ്ദാനം ചെയ്തു. മദ്യം പീച്ച സമ്പത്തിന് ബോധം നഷ്ടപ്പെട്ടു. ഈ സമയം രാജയ്യ സമ്പത്തിന്റെ ചെവിയിൽ കീടനാശിനി ഒഴിച്ചു. അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു. പിന്നാലെ ഇക്കാര്യം രാജയ്യ രമാദേവിയെ വിളിച്ചറിയിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ രമാദേവി പോലീസ് സ്റ്റേഷനിലെത്തി ഭർത്താവിനെ കാണാനില്ലെന്ന് പരാതി നൽകി. അന്വേഷണത്തിന് ശേഷം സമ്പത്തിന്റെ മൃതദേഹം പോലീസ് കണ്ടെത്തി. എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടെന്ന് രാജയ്യയും രമാദേവിയും പോലീസിനോട് പറഞ്ഞു. ഇത് പോലീസിൽ സംശയമുണ്ടാക്കി. സമ്പത്തിന്റെ മകനും അച്ഛന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് രംഗത്തെത്തി. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് രാജയ്യയും രമാദേവിയും ശ്രീനിവാസും അറസ്റ്റിലായത്. ഭാര്യ ദിനവും നേരത്തെ എഴുന്നേൽക്കുന്നതിൽ രാജയ്യ കവിഞ്ഞു തമാശ പറഞ്ഞു. ഓർമ്മയുറയ്ക്കും മുൻപേ കാണാമറയത്തായ പെറ്റമ്മയെ 40 പതിറ്റാണ്ടിനിപ്പുറം കണ്ടെത്തിയ മകൾ. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിനോട് ചേർന്ന് അന്നുണ്ടായിരുന്ന അനാഥാലയത്തിൽ നിന്ന്
42 വർഷം മുൻപ് ബെൽജിയം ദമ്പതികൾ ദത്തെടുത്ത നിഷയാണ് പെറ്റമ്മയെ തേടി കൊച്ചിയിലെത്തിയത് കഴിഞ്ഞ ദിവസം. മനോരമ ന്യൂസ് ചാനൽ നൽകിയ വാർത്തയെ തുടർന്ന് സാറാമ്മ എന്ന ആ അമ്മയെ നിഷ ഒടുവിൽ കണ്ടെത്തി. വാർത്തയിൽ നിന്ന് നിഷയെ തിരിച്ചറിഞ്ഞത് അർദ്ധ സഹോദരൻ ബിനോയ് ചാക്കോയാണ്. തൃശൂരിലെ ഒരു വയോജന കേന്ദ്രത്തിലായിരുന്നു ആ കണ്ടുമുട്ടൽ. 1983 മുളന്തുരുത്തിയിൽ നിന്ന് നിഷയെ ബന്ധുക്കൾ അനാഥാലയത്തിൽ എത്തിക്കുമ്പോൾ അന്നു താനും ഒപ്പമുണ്ടായിരുന്നുവെന്നും ബിനോയ് ഓർക്കുന്നു. 42 വർഷത്തിനിപ്പുറം അമ്മയെ അടുത്തറിഞ്ഞപ്പോൾ മനസ്സിൽ കോറിയിട്ടിരുന്ന ചോദ്യങ്ങളെല്ലാം മകൾ മായ്ച്ചു കളഞ്ഞ് കണ്ണെറിഞ്ഞ് കണ്ടു. അപ്പോഴും ഓർമ്മകളിലെവിടെയോ മകളെ തേടുകയായിരുന്നു സാറാമ്മ. ഭർത്താവ് യോസിനെയും മകൾ റായയെയും നിഷ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി. ബെൽജിയം ദമ്പതികളായ മാർട്ടീനെയും എരിക്കുമാണ് 1983 ഡിസംബർ 31 കുഞ്ഞിനെ ദത്തെടുത്തത്. 6 മാസം പ്രായമുള്ളപ്പോൾ കിട്ടിയ കുഞ്ഞിന് നിഷ എന്ന പേര് അന്ന് നൽകിയത് സിസ്റ്റർ തെരേസിറ്റയും സിസ്റ്റർ ബ്രിജിറ്റയുമായിരുന്നു. വളർത്തി വലുതാക്കിയ മാർട്ടീനി എറിക് എന്നിവരിൽ നിന്നാണ് കൊച്ചിയെക്കുറിച്ചും അവിടുത്തെ അനാഥാലയത്തെക്കുറിച്ചും നിഷ മനസ്സിലാക്കിയത്. ന്യൂഡൽഹി: തിരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് അനുകൂലമാക്കാൻ വോട്ടുകൊള്ള നടത്തുന്നെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി വോട്ടിന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കുകയാണെന്ന് രാജ്യസഭാ എംപി GVL നരസിംഹ റാവു ആരോപിച്ചു. രാഹുൽ ഗാന്ധി സൗകര്യപ്രദമായി നുണകൾ പറയുകയാണെന്നും വസ്തുതകൾ വളച്ചൊടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് അദ്ദേഹം മാപ്പ് പറയണമെന്നും നരസിംഹറാവു പറഞ്ഞു. വോട്ട് മോഷണത്തെക്കുറിച്ച് പറയാനായി വസ്തുതകൾ വളച്ചൊടിച്ചും നുണകൾ പറഞ്ഞും രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനങ്ങളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചു. ബാംഗ്ലൂരിലെ മഹാദേവപുരം മണ്ഡലം തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത മുഴുവനായി നഷ്ടപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മഹാദേവപുരത്ത് വ്യാജ വോട്ടർമാരുണ്ടെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം തെറ്റാണ്. ഇതൊരു വഞ്ചനാപരമായ പ്രസ്താവനയാണ്. രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്നാണ് ഈ കണക്കുകൾ ലഭിച്ചത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാദേവപുരം മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണം 6.59 ലക്ഷമായിരുന്നു. എന്നാൽ 2023 കോൺഗ്രസ് അധികാരത്തിൽ വന്ന സമയത്ത് ഇത് 6.07 ലക്ഷമായിരുന്നു. 8 മുതൽ 9% വരെയാണ് വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ്. അല്ലാതെ രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത് പോലെ 1 ലക്ഷത്തിൽ കൂടുതലല്ല, നരസിംഹറാവു പറഞ്ഞു. രാഹുൽ ഗാന്ധി നിരുത്തരവാദപരമായി പെരുമാറിയെന്ന് BJP MP ജഗദാംബിക പാലും ആരോപിച്ചു. എന്തുകൊണ്ടാണ് താൻ കണ്ടെത്തിയ തെളിവുകൾ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറാത്തതെന്നും ജഗദാംബിക പാൽ ചോദിച്ചു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പിന്റെ നടത്തിപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം നടത്തുന്നെന്നാരോപിച്ച് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത്. കിഴക്കൻ യുക്രൈനിലെ 2 പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുള്ള സമാധാന കരാർ US പിന്തുണയോടെ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. വരുന്നയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിയാഴ്ചയിൽ അന്തിമ ധാരണയാകുമെന്നും റിപ്പോർട്ട്. എന്നാൽ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് തള്ളി. 4 യുക്രൈൻ പ്രവിശ്യകളാണ് പുടിൻ ആവശ്യപ്പെടുന്നത്: ലുഹാൻസ്, ഡോണെറ്റ്സ്ക്, സപ്പോരിഷ്യ, ഖെർസൺ. ഇതിനു പുറമെ 2014 പിടിച്ചെടുത്ത ക്രിമിയയും. യുക്രൈന്റെ 5-1 വിട്ടുകൊടുത്തുള്ള കരാറിന് പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ ഖെർസൺ, സപ്പോരിഷ്യ എന്നീ പ്രവിശ്യകളിൽ നിന്നും റഷ്യ സൈന്യത്തെ പിൻവലിച്ച് ധാരണയ്ക്ക് ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ട്. റഷ്യ പുടിൻ കൂടാഴ്ച കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത്. തീയതിയും സ്ഥലവും വെളിപ്പെടുത്തിയിട്ടില്ല. ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ 42 പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. ഇതിൽ 12 പേർ ഇസ്രായേൽ കരാറുകാരായ GHFന്റെ ഭക്ഷണ കേന്ദ്രങ്ങളിലെ വെടിവയ്പ്പുകളിലാണ്. GHF സഹായ വിതരണമല്ല, കൂട്ടക്കൊലയ്ക്ക് കളമൊരുക്കുകയാണെന്ന് ഫ്രഞ്ച് വൈദ്യസഹായ സംഘടനയായ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് MSF കുറ്റപ്പെടുത്തി. തെക്കൻ ഗാസയിലെ GHFന്റെ 2 വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് MSFന്റെ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ജൂണിനും ജൂലൈക്കുമിടയിൽ വെടിവയ്പ്പുകളിൽ പരിക്കേറ്റ 41 കുട്ടികളടക്കം 1300 പേരെ ചികിത്സിച്ചതായി ഫ്രഞ്ച് സന്നദ്ധ സംഘടനയുടെ റിപ്പോർട്ട് വ്യക്തമാക്കി. പാലാ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പാലാ തൊടുപുഴ ഹൈവേയിൽ മുണ്ടാങ്കൽ പള്ളിക്ക് സമീപമുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അന്നമോൾ 11 മരിച്ചത്. അല്ലപ്പാറ പാലക്കുഴക്കുന്നേൽ സുനിലിന്റെ മകളാണിത്. ചേർപ്പുങ്കൽ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു. പാലാ സെന്റ് മേരീസ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അധ്യാപക പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥി നെടുങ്കണ്ടം സ്വദേശി ചന്തു സ്ത്രീജിയോടിച്ച കാർ നിയന്ത്രണം വിട്ട 2 സ്കൂട്ടറുകളിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ മേലുകാവുമറ്റം നെല്ലൻകുഴിയിൽ NK സന്തോഷിന്റെ ഭാര്യ ധന്യ സന്തോഷ് 38, അന്നമോളുടെ അമ്മ ജോമോൾ സുനിൽ 15 എന്നിവർ സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചിരുന്നു. ജോമോൾ മകളുമായി സ്കൂട്ടറിൽ പാലയിലുള്ള സ്കൂളിലേക്ക് വരികയായിരുന്നു. മറ്റൊരു സ്കൂട്ടറിൽ ധന്യ ഭാഗത്തേക്ക് വരികയായിരുന്നു. എതിർദിശയിൽ നിന്ന് അമിതവേഗത്തിൽ വന്ന കാർ 2 സ്കൂട്ടറുകളെയും ഇടിച്ചു തെറിപ്പിച്ചു. അന്നമോളുടെ സംസ്കാരം പിന്നീട്. അപകടത്തിൽ മരിച്ച അന്നമോളുടെ കണ്ണുകൾ 2 പേർക്ക് വെളിച്ചം നൽകും. മരണം സ്ഥിരീകരിച്ചതോടെ കണ്ണുകൾ ദാനം ചെയ്യാൻ പിതാവ് സുനിലും ബന്ധുക്കളും തീരുമാനിച്ചു. വസ്ത്രത്തിന്റെ പേരിൽ ഡൽഹിയിലെ ഒരു റെസ്റ്റോറന്റിൽ ദമ്പതികൾക്ക് പ്രവേശനം നിഷേധിച്ചതായി പരാതി. ഡൽഹിയിലെ പിത്തംപുരയിലാണ് അപകടം. സംഭവം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി.